എത്ര സമയം കൊണ്ടാണ് ഒരു ഡ്രഗ് സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യുന്നത്? എത്ര സമയം കൊണ്ടാണ് ഒരു ഡ്രഗ് ബോഡിയിൽ നിന്നും മുഴുവനായി എലിമിനേറ്റഡ് ആകുന്നത്? ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ഫാർമക്കോകൈനറ്റിക് പാരാമീറ്ററാണ് ഹാഫ് ലൈഫ് അല്ലെങ്കിൽ ടി ഹാഫ്. നമുക്കിത് കാണാം ലേൺ എഫിഷ്യൻ ഫാർമക്കോളജി ഫാർമക്കോകൈനറ്റിക്സ് പാർട്ട് 17-ൽ. ഹാഫ് ലൈഫ് എന്ന കോൺസെപ്റ്റ് ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്നാണ് വരുന്നത്. അവിടെ നമുക്കറിയാം അത് റേഡിയോ ആക്റ്റീവ് ആറ്റംസിന്റെ ഒരു പോപ്പുലേഷൻ അതിന്റെ പകുതിയിലേക്ക് ഡീകേ ചെയ്യാൻ എടുക്കുന്ന സമയമാണെന്ന്. ഫാർമക്കോകൈനറ്റിക്സിലെ കോൺസെപ്റ്റും ഏതാണ്ട് അതുപോലെയാണ്. ഇവിടെ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ ടി ഹാഫ് എന്ന് പറയുന്നത് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ പകുതിയാവാൻ എടുക്കുന്ന സമയമാണ്. അതായത് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ CT ആണെങ്കിൽ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് CT/2 എത്താൻ എടുക്കുന്ന സമയമാണ്. ഹാഫ് ലൈഫ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് പോകാം. എത്ര സമയം കൊണ്ടാണ് ഒരു ഡ്രഗ് സിസ്റ്റത്തിൽ നിന്നും കംപ്ലീറ്റ് ആയി എലിമിനേറ്റഡ് ആകുന്നത്? ഈ ടബിലുള്ള 100 ml വെള്ളം പ്ലാസ്മയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഇതിലേക്ക് നമുക്ക് 100 grams ഡ്രഗ് ആഡ് ചെയ്യാം. അപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ 100 milligrams by 100 ml is equal to 1 mg/ml ആയിരിക്കും. നമുക്ക് ഓർഗൻസ് ഓഫ് എലിമിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എലിമിനേഷൻ ബോക്സ് ആഡ് ചെയ്യാം. നമ്മുടെ ഡ്രഗിന്റെ ഹാഫ് ലൈഫ് 6 hours ആണെന്ന് വിചാരിക്കുക. അതായത് ആദ്യത്തെ 6 hours-ൽ 100 milligrams-ൽ നിന്ന് 50 milligrams എലിമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ 50 milligrams ബാക്കിയുണ്ടാകും. അപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ 0.5 mg/ml ആയിരിക്കും. ഇതിന്റെ കോൺസെൻട്രേഷൻ ടൈം കർവ് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. 2 ഹാഫ് ലൈഫുകൾ അതായത് 12 hours കഴിഞ്ഞാൽ ഈ 50 milligrams അല്ലെങ്കിൽ 0.5 mg/ml 25 milligrams അതായത് 0.25 mg/ml ആകും. ഇതിങ്ങനെ തുടർന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 4ാമത്തെയും 5ാമത്തെയും ഹാഫ് ലൈഫിന്റെ ഇടയിൽ ഡ്രഗ് അതിന്റെ ഇനീഷ്യൽ എമൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷന്റെ 5%-ൽ താഴെയാകും. ഈ ലെവലിൽ ഡ്രഗിന് കാര്യമായിട്ടുള്ള ഇഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനായ 1 mg/ml ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഡ്രഗ് സിസ്റ്റത്തിൽ നിന്നും കംപ്ലീറ്റ് ആയി എലിമിനേറ്റഡ് ആവാനായി 4 to 5 ഹാഫ് ലൈഫ്സ് എടുക്കുന്നു എന്ന് കണക്കാക്കാം. ഇനി നമ്മൾ എല്ലാ 6 hours-ലും 100 milligrams ആഡ് ചെയ്താലോ? 6 hours കഴിയുമ്പോൾ 50 milligrams എലിമിനേറ്റഡ് ആവുകയും ബാക്കി 50 milligrams ഉണ്ടാവുകയും ചെയ്യും. കോൺസെൻട്രേഷൻ 0.5 mg/ml ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ അടുത്ത 100 milligrams ആഡ് ചെയ്യുന്നത്. ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ 150 milligrams ആവുകയും കോൺസെൻട്രേഷൻ 1.5 mg/ml കൂടുകയും ചെയ്യും. അടുത്ത 6 hours-ൽ 150 milligrams-ൽ നിന്ന് 75 milligrams എലിമിനേറ്റഡ് ആവുകയും ബാക്കി 75 milligrams ഉണ്ടാവുകയും ചെയ്യും. പ്ലാസ്മ കോൺസെൻട്രേഷൻ 0.75 mg/ml കുറയും. ഇവിടെ നമ്മൾ അടുത്ത 100 milligrams ആഡ് ചെയ്യുന്നു. ടബിലെ ടോട്ടൽ ഡ്രഗിന്റെ എമൗണ്ട് 175 milligrams-ഉം കോൺസെൻട്രേഷൻ 1.75 mg/ml ആവുകയും ചെയ്യും. ഇതിങ്ങനെ തുടർന്നാൽ 4 to 5 ഹാഫ് ലൈഫ്സിൽ എലിമിനേറ്റഡ് ആകുന്ന ഡ്രഗിന്റെ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എമൗണ്ടിന് ഓൾമോസ്റ്റ് ഈക്വൽ ആകും. നമുക്കറിയാം ഡെഫിനേഷൻ അനുസരിച്ച് സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നത് ഡ്രഗിന്റെ ഡോസിംഗ് റേറ്റ് അതിന്റെ റേറ്റ് ഓഫ് എലിമിനേഷന് ഈക്വൽ ആവുമ്പോഴാണ്. ഇനി 30 hours കഴിയുമ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടുതൽ വേണം എന്നൊരു ക്ലിനിഷ്യൻ തീരുമാനിക്കുകയും ഡോസ് 100 milligrams എല്ലാ 6 hours-ൽ നിന്നും 200 milligrams എല്ലാ 6 hours-ലേക്ക് കൂട്ടുകയും ചെയ്താലോ? നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്തതുപോലെ വീണ്ടും കർവ് പ്ലോട്ട് ചെയ്താൽ ഏകദേശം ഇങ്ങനെയിരിക്കും. ഡ്രഗ് ഒരു പുതിയ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിനായിട്ട് എടുക്കുന്ന സമയം വീണ്ടും 4 to 5 ഹാഫ് ലൈഫ്സ് ആണ്. ഇനി ഡോസ് മാത്രമല്ല ഡോസിംഗ് ഇന്റർവെല്ലും ചേഞ്ച് ചെയ്താലോ? 200 milligrams എല്ലാ 6 hours-ന് പകരം 200 milligrams എല്ലാ 12 hours-ൽ അതായത് 2 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്താലോ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു പുതിയ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നു. ഇതിനും 4 to 5 ഹാഫ് ലൈഫ്സ് തന്നെയാണ് എടുക്കുന്നത്. അതായത് ഡോസ് അല്ലെങ്കിൽ ഡോസിംഗ് ഇന്റർവെൽ ചേഞ്ച് ചെയ്താൽ പുതിയ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് 4 to 5 ഹാഫ് ലൈഫ്സ് വേണ്ടിവരും. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും 200 milligrams എല്ലാ 12 hours-ൽ ആഡ് ചെയ്താലും 100 milligrams എല്ലാ 6 hours-ൽ ആഡ് ചെയ്താലും ടോട്ടൽ ഡെയിലി ഡോസ് സെയിം 400 milligrams ആണ് എന്ന്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്മ ലെവൽസിന്റെ ഫ്ലക്ച്വേഷൻ ഡോസിംഗ് ഇന്റർവെൽ കൂടുന്നതിനനുസരിച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡോസിംഗ് ഇന്റർവെല്ലും ഡ്രഗിന്റെ ഹാഫ് ലൈഫും ഈക്വൽ ആവണോ? വേണ്ട. ഡ്രഗിന്റെ ഡോസിംഗ് ഇന്റർവെൽ ഹാഫ് ലൈഫിന് ഈക്വൽ ആയിരിക്കാം, ഹാഫ് ലൈഫിനേക്കാൾ കുറവോ കൂടുതലോ ആയിരിക്കാം. ഇത് പീക്ക് കോൺസെൻട്രേഷനും ട്രഫ് കോൺസെൻട്രേഷനും തമ്മിലുള്ള ഫ്ലക്ച്വേഷൻ എത്രത്തോളം ക്ലിനിക്കലി അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതുമാത്രമല്ല ഹാഫ് ലൈഫ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണെങ്കിലും ഡോസിംഗ് ഇന്റർവെൽ ഡിസൈഡ് ചെയ്യാൻ മറ്റ് പല കൺസിഡറേഷൻസും ഉണ്ടാവാറുണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു നല്ല ഡോസിംഗ് റെജിമെന്റിന്റെ ലക്ഷ്യം പേഷ്യന്റിനുള്ള ബെനിഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുക,
റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് കൂടെ. ഇവിടെ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അറിയാവുന്നതുകൊണ്ട് ഓരോ ഹാഫ് ലൈഫ് കഴിയുമ്പോഴുമുള്ള ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ ഹാഫ് ലൈഫ് പോയിന്റിൽ മാത്രമല്ല ഏത് ടൈമിലും എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ മുൻപിലത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. CT is equal to C0 into e⁻⁻ ഇവിടെ K ഡ്രഗിൻ്റെ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഡെഫിനിഷൻ അനുസരിച്ച് ഫസ്റ്റ് ടി ഹാഫിൽ കോൺസെൻട്രേഷൻ C0/2 ആയിരിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഹാഫ് ലൈഫിനെയും എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. വീഡിയോ പോസ് ചെയ്താൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഫൈനൽ ഇക്വേഷൻ T₂ is equal to 0.693/K എന്നായിരിക്കും. ഇവിടെ നമുക്കറിയാം ഒരു ഡ്രഗിന് K ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഡ്രഗ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് പാലിക്കുന്നിടത്തോളം അതിൻ്റെ ഹാഫ് ലൈഫും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് Kനെ CL/VD എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ CL ക്ലിയറൻസും VD വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനുമാണ്. അപ്പോൾ ഈ ഇക്വേഷനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. T₂ is equal to 0.693 into VD/CL. അതായത് ഡ്രഗിൻ്റെ VD ലാർജ് അല്ലെങ്കിൽ ക്ലിയറൻസ് ലോ ആണെങ്കിൽ ആ ഡ്രഗിൻ്റെ ഹാഫ് ലൈഫ് കൂടുതലായിരിക്കും. അതുപോലെ ഡ്രഗിൻ്റെ VD ലോ അല്ലെങ്കിൽ ക്ലിയറൻസ് ഹൈ ആണെങ്കിൽ ആ ഡ്രഗിൻ്റെ ഹാഫ് ലൈഫ് കുറവ് ആയിരിക്കും. ഇതാണ് ഹാഫ് ലൈഫിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറി. ഇവിടെ കുറച്ച് ഗുഡ് ടു നോ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മസ്റ്റ് നോ ഫാക്ട് ആണ്.